കഥയാരംഭിക്കുന്നത് ആക്സ് എന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ആക്സ് ഒരു മുൻകാല സ്പെഷ്യൽ ഫോഴ്സസ് ഓഫീസർ ആയിരുന്നു. ഒരുപാട് കൊലപാതകങ്ങളും മനസ്സിന് ഭാരമേൽക്കുന്ന കാര്യങ്ങളും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതെല്ലാം പിന്നിൽ വിട്ട് മൊത്തത്തിൽ പുതിയൊരു ജീവിതം തുടങ്ങാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. എല്ലാം ഉപേക്ഷിച്ച് കുറെ നാൾ ഒറ്റയ്ക്ക് അദ്ദേഹം ജീവിച്ചു. പിന്നീട് അദ്ദേഹം ബുദ്ധമതത്തിൽ അഭയം തേടി. സമാധാനമുള്ളൊരു ജീവിതം അവിടെ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചു. ബുദ്ധിസ്റ്റായി മാറിയ അദ്ദേഹം നിലവിൽ ചൈന മ്യാൻമർ ബോർഡറിലുള്ള ഒരിടത്ത് കഴിഞ്ഞ 3 കൊല്ലമായി താമസിക്കുകയാണ്. അക്യുപങ്ചർ തെറാപ്പിസ്റ്റ് ആയിട്ടായിരുന്നു അദ്ദേഹം അവിടെ ജോലി നോക്കിക്കൊണ്ടിരുന്നത്. ഓരോ ദിവസവും ട്രീറ്റ്മെന്റിന് ആളുകൾ ഉണ്ടാകും. ബെല്ല എന്ന സഹായിക്കൊപ്പമായിരുന്നു ആക്സ് ജോലികൾ ചെയ്തിരുന്നത്. ഗ്രാമത്തിലുള്ളവരെ ചികിത്സിക്കുക മാത്രമല്ല, ഗ്രാമത്തിലുടനീളം സമാധാനം നിലനിർത്താനും ഒത്തൊരുമയുണ്ടാക്കാനുമൊക്കെ ആക്സ് പരമാവധി ശ്രമിച്ചിരുന്നു. ഒരു ദിവസം ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കെ ചെൻ എന്ന പേരുള്ള ഒരു ക്ലാസ്മേറ്റ് അദ്ദേഹത്തെ വിസിറ്റ് ചെയ്യാൻ വന്നു. ആക്സും ചെന്നും മുമ്പ് വിങ് ചുൻ മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്ന സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചിട്ടുണ്ട്. അവരുടെ അധ്യാപകൻ സുഖമില്ലാതിരിക്കുകയായിരുന്നു. അധ്യാപകനടുത്തേക്ക് ആക്സിനെ കൂട്ടിക്കൊണ്ടുപോവാനായിരുന്നു ചെൻ എത്തിച്ചേർന്നിരുന്നത്. പക്ഷേ അന്ന് ആക്സിന് നിരവധി പേഷ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ വരാൻ പറ്റില്ലെന്നും തീർച്ചയായും വൈകാതെ ടീച്ചറെ കാണാൻ താൻ എത്തിക്കോളാം എന്നും ചെന്നിനോട് ആക്സ് പറഞ്ഞു. പോകുന്നതിനു മുമ്പ് ചെൻ തന്റെ വിസിറ്റിംഗ് കാർഡ് ആക്സിന് കൊടുത്തു. ടൗണിൽ താൻ ഒരു കരോക്കെ ക്ലബ്ബ് നടത്തുകയാണെന്നും സമയം പോലെ അങ്ങോട്ടൊക്കെ ഇറങ്ങാനും പറഞ്ഞു. കഥ അവിടെ നിന്നും ക്യൂമം എന്നു പേരുള്ള നഗരത്തിലെ പ്രധാന വില്ലനിലേക്ക് തിരിയുന്നു. മയക്കുമരുന്ന് കച്ചവടവും ആളക്കടത്തുമടക്കം എല്ലാവിധ നിയമലംഘന പ്രവൃത്തികളും അയാൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ചെന്നിനെ പോലെ ക്യൂമനിനും കൂടുതലായും നൈറ്റ് ലൈഫ് ബിസിനസ് ആണുള്ളത്. അന്ന് തന്റെ ഇടത്തേക്ക് ഒരു ചൂതുകളിക്കാരനെ കൊണ്ടുവന്ന് തരാനുള്ള പണത്തിന്റെ കടപ്പിരിവിന് ശ്രമിക്കുകയായിരുന്നു ക്യൂമം. അതിനു മുമ്പ് ഇടിബാഗിൽ ഒരാളെ ഇട്ട് ഇടിച്ച് അവൻ കൊലപ്പെടുത്തിയിരുന്നു. ആ ദൃശ്യങ്ങളൊക്കെ കണ്ടതും ക്യൂമമ്മിന് പണം കൊടുക്കാനുണ്ടായിരുന്ന ചൂതുകളിക്കാരനായ വ്യക്തി വല്ലാതെ ഭയപ്പെട്ടു. കൊടുക്കാൻ പണവുമില്ല, എന്തു ചെയ്യുമെന്നും ഒരു പിടുത്തവുമില്ല. ചൂതുകളിക്കാരൻ പെട്ടെന്ന് പറഞ്ഞു, ക്യൂമമ്മിന്റെ രോഗമുണ്ടല്ലോ, അത് ഭേദമാക്കാൻ പറ്റുന്ന ഒരു ലേഡിയെ എനിക്കറിയാം, ഞാൻ അവരെ കൂട്ടിക്കൊണ്ടുവരാം. ആ സമയമാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. ക്യൂമമ്മിന് ഒരു വിചിത്രമായ രോഗമുണ്ട്. സൂര്യപ്രകാശത്തിലേക്ക് അവനിറങ്ങിയാൽ അവന്റെ ശരീരം ആകെ പൊള്ളിപ്പോവും. ചൂതുകളിക്കാരൻ അത് പറഞ്ഞത് കേട്ടതും ക്യൂമമ്മിന് അതിൽ താല്പര്യം തോന്നി. നിങ്ങൾ പറഞ്ഞ പെൺകുട്ടിയെ ഏതുവിധേനയും ഇവിടെ എത്തിക്കാനും, അങ്ങനാണെങ്കിൽ നിന്റെ കടം എഴുതി തള്ളിയേക്കാം എന്നും ക്യൂമം പറയുകയാണ്. പിന്നാലെ ചൂതുകളിക്കാരൻ അവിടെ നിന്ന് പിടിച്ചുവലിച്ചു കൊണ്ടുപോകപ്പെട്ടു. ക്യൂമം ഈ സമയം തന്റെ വലങ്കയ്യായ ബ്ലാക്ക്മായിലേക്ക് തിരിഞ്ഞു. ശേഷം ബ്ലാക്ക്മായോട് പറഞ്ഞു, നീ ആ ചൂതുകളിക്കാരനെ ഫോളോ ചെയ്യണം. അയാൾ ആ പെൺകുട്ടിയെ കണ്ട് ആ പെൺകുട്ടി വിസമ്മതിച്ചാൽ അവളെ ബലമായിട്ടാണെങ്കിലും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേക്കണം. കഥ അവിടെ നിന്നും അവിടുത്തെ ഗ്രാമപ്രദേശത്തിലേക്ക് തിരിയുന്നു. ഗ്രാമത്തിലെ മാർക്കറ്റ് വലിയ തിരക്കിലായിരുന്നു. താര എന്ന പേരുള്ള ഒരു പെൺകുട്ടി മാർക്കറ്റിനുള്ളിലൂടെ നടന്നു വരികയാണ്. പെട്ടെന്ന് ആരോ തന്നെ ഫോളോ ചെയ്യുന്ന പോലെ താരയ്ക്ക് തോന്നിയിരുന്നു. താരയെ പറ്റിയായിരുന്നു നേരത്തെ ചൂതുകളിക്കാരൻ പറഞ്ഞതും. തന്നെ ആരൊക്കെയോ പിന്തുടരുന്നു എന്ന തിരിച്ചറിവ് വന്ന താര ഉടനടി അവിടെ നിന്ന് ഓടാൻ തുടങ്ങുകയാണ്. ഒരു സംഘം ഗുണ്ടകൾ ആ വില്ലേജിന്റെ തെരുവിലൂടെ അവളെ ഓടിച്ചിടുന്നുണ്ടായിരുന്നു. താര ഓടിക്കയറിയത് ഒരു തുണിക്കടയിലേക്കാണ്. അവിടെ നിന്ന് തന്റെ തുണിയടക്കം മാറ്റി രൂപവും മാറി ആരും തന്നെ തിരിച്ചറിയില്ല എന്ന ധൈര്യത്തോടെ പുറത്തിറങ്ങി. പക്ഷേ അവളെ പിന്തുടർന്നു വന്നിരുന്ന ബ്ലാക്ക്മയാകട്ടെ പുറത്തു വന്നതും താരയെ തിരിച്ചറിഞ്ഞു. തന്റെ ആളുകളെ വിളിച്ച് താരയെ അയാൾ തട്ടിക്കൊണ്ടുപോവുകയാണ്. അടുത്ത ദിവസം യുവൻ എന്ന പേരുള്ള വ്യക്തി ആക്സിനെ കാണുവാനെത്തി. യുവൻ തട്ടിക്കൊണ്ടു പോകപ്പെട്ട താരയുടെ അച്ഛനായിരുന്നു. അടുത്തെത്തി താൻ വന്ന കാര്യം അയാൾ പറയുകയാണ്. തന്റെ മകളെ നഗരത്തിലെ പ്രധാന പ്രശ്നക്കാരനും കുറ്റവാളിയുമായ ക്യൂമം തട്ടിക്കൊണ്ടുപോയി. മനുഷ്യക്കടത്തൊക്കെയുള്ള വ്യക്തിയാണ്. എങ്ങനെയെങ്കിലും തന്റെ മകളെ രക്ഷപ്പെടുത്താൻ സഹായിക്കണം. തന്റെ മകളെ രക്ഷപ്പെടുത്തിയാൽ ആക്സിന് വലിയ തുക തന്നെ നൽകാം എന്നും യുവൻ പറഞ്ഞിരുന്നു. അത് കേട്ടതും ആക്സിന് അത്രയ്ക്ക് അങ്ങോട്ടേക്ക് ഇഷ്ടപ്പെട്ടില്ല. താൻ ആരുടെ പക്കൽ നിന്നും സേവനത്തിന് പണം വാങ്ങില്ലെന്നും അത് തന്റെ ലൈഫ് പ്രിൻസിപ്പളിനെതിരാണ് എന്നും മാക്സ് പറഞ്ഞു. യുവൻ പണം ഓഫർ ചെയ്തതുകൊണ്ട് തന്നെ യുവനെ സഹായിക്കാനും ആക്സിന് മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. ആക്സ് അതിന് തയ്യാറാവില്ല എന്ന് കണ്ടതും തന്റെ മകളെ രക്ഷിക്കാൻ താൻ തന്നെ പോകും എന്ന് യുവൻ ഉറപ്പിച്ചു. യുവൻ പിന്നാലെ തന്റെ കൂടെ കൂട്ടിക്കൊണ്ടുവന്നിരുന്ന തന്റെ ഇരട്ടക്കുട്ടികളുടെ അടുത്തേക്ക് ചെന്നു. ശേഷം മാക്സിനെ നോക്കി പറഞ്ഞു, ഞാൻ എന്റെ മകളെ രക്ഷപ്പെടുത്താൻ പോവുകയാണ്. എങ്ങാനും ജീവനോടെ എനിക്ക് തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിൽ ആക്സ് എന്റെ ഈ ഇരട്ടക്കുട്ടികളെ നോക്കിക്കോളണം. ആ വാക്കുകൾ ആക്സിന്റെ കണ്ണു തുറപ്പിച്ചിരുന്നു. എത്രമാത്രം മകളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലാകണം ആ ഒരച്ഛൻ അങ്ങനെ പറയുക. താരയെ
രക്ഷപ്പെടുത്താൻ താൻ സഹായിക്കാം എന്ന് ആക്സ് യുവനെ അറിയിച്ചു. ഇതേസമയം മറുവശത്ത് താര ക്യൂമമിന്റെ അടുത്തേക്കെത്തിയിരുന്നു. ക്യൂമം താരയോട് തന്നെ സുഖപ്പെടുത്താൻ ആവശ്യപ്പെട്ടു. പക്ഷേ അതിന് സാധിക്കില്ലെന്നും താനത് ചെയ്യില്ലെന്നും നിങ്ങളൊരു മോശം മനുഷ്യനാണ് എന്നുമായിരുന്നു താര പറഞ്ഞത്. താരയുടെ പറച്ചിൽ ക്യൂമമിന് തീരെ അങ്ങോട്ടേക്ക് ഇഷ്ടപ്പെട്ടില്ല. അതോടെ താരയെ തടവിലാക്കാൻ ക്യൂമം പറയുകയാണ്. അന്ന് രാത്രിയിൽ ഒന്ന് സംഭവിച്ചു. ആക്സ് ഉറങ്ങുമ്പോൾ താര ആക്സിന്റെ സ്വപ്നത്തിൽ കടന്നു വന്നു. അത്ഭുതകരമായി ഓരോരുത്തരുടെ രോഗങ്ങൾ പരിഹരിക്കാൻ സുഖപ്പെടുത്താനുള്ള കഴിവ് അത് മാത്രമായിരുന്നില്ല താരയ്ക്കുണ്ടായിരുന്നത്. മറ്റുള്ളവരുടെ സ്വപ്നത്തിലേക്കും കടന്നു ചെല്ലാനുള്ള പ്രത്യേക തരത്തിലുള്ള സൂപ്പർ പവർ താരക്കുണ്ടായിരുന്നു. അങ്ങനായിരുന്നു താര ആക്സിന്റെ സ്വപ്നത്തിലെത്തിയത്. താര ആക്സിനോട് സംസാരിച്ചു. എല്ലാവിധ കുറ്റകൃത്യങ്ങളും ചെയ്യുന്ന വ്യക്തിയാണ് ക്യൂമം. ക്യൂമമിന്റെ ക്രിമിനൽ നെറ്റ്വർക്ക് ഇല്ലാതാക്കാൻ ആക്സിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് താൻ മുന്നിൽ കാണുന്നതും. ആക്സ് അത് പ്രവർത്തിക്കണം. പിറ്റേന്ന് പുലർച്ചെ ആക്സ് എഴുന്നേറ്റു. ക്യൂമമിന്റെ പ്രവൃത്തികൾ എങ്ങനെയും ഇല്ലാതാക്കണം എന്ന് ആക്സിന് തോന്നി. താരയെ രക്ഷിക്കാൻ പുറപ്പെടണം എന്നും അയാൾ മനസ്സിൽ കരുതി. ക്യൂമമിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോകുന്നതിന് മുമ്പ് തന്റെ കൂട്ടുകാരൻ ചെന്നിനെ കാണാൻ ആക്സ് തീരുമാനിച്ചു. ക്യൂമമുള്ള അതേ നഗരത്തിലാണല്ലോ ചെന്നും ജോലി നോക്കുന്നത്. ചെന്നിനെ കണ്ടാൽ ക്യൂമമിന്റെ ആക്ഷൻസിനെ പറ്റി അറിയാം. ചെന്നിനെ നേരിട്ട് കണ്ട് ക്യൂമമിനെ പറ്റി ആക്സ് തിരക്കുകയാണ്. ചെൻ കാര്യം തിരക്കിയപ്പോ താരയെ തട്ടിക്കൊണ്ടുപോയ കാര്യവും അവളെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്നുമൊക്കെ അവൻ വിശദീകരിച്ചു. അത് കേട്ടതും ചെൻ പറഞ്ഞു, ക്യൂമം അങ്ങനെ ഒരു സാധാരണ വ്യക്തിയല്ല. അത്ര എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ കഴിയുന്ന ഒരു ക്രിമിനലുമല്ല. വളരെ വലിയ സംഘം തന്നെ ക്യൂമമിനുണ്ട്. ആക്സ് ഒറ്റയ്ക്ക് പോയാൽ അത്രമേൽ എതിരാളികളെ ഇടിച്ചിട്ട് നിൽക്കാൻ ആക്സിന് കഴിയില്ല. ആക്സ് ചിലപ്പോ പരാജയപ്പെടും. അത് കേട്ടതും ഒറ്റയ്ക്ക് പോകുന്നത് പന്തിയല്ല എന്ന് ആക്സിന് തോന്നി. അതോടെ തന്റെ പഴയ ടീംമേറ്റ്സ് ആയ സോൾജിയേഴ്സിനെ വിളിക്കുവാൻ ആക്സ് തീരുമാനിക്കുകയാണ്. ഏറ്റവും അടുത്ത ടീംമേറ്റ്സ് ആയ 3 സുഹൃത്തുക്കളായിരുന്നു ആക്സിനുണ്ടായിരുന്നത്. ആദ്യത്തെയാൾ ഹോളിവുഡ്, രണ്ടാമത്തെയാൾ സ്കെയർക്രൗ, മൂന്നാമത്തെയാൾ ഇൻഫിഡൽ. ഇവർ മാത്രമല്ലാതെ ഒരു ലേഡി സുഹൃത്തും ആക്സിനുണ്ടായിരുന്നു. യിങ് യിങ് എന്നായിരുന്നു അവളുടെ പേര്. അവർ 4 പേരെയും ആക്സ് വിളിച്ചു വരുത്തി. വളരെയധികം കഴിവുള്ള മാർഷൽ ആർട്സ് എക്സ്പേർട്ടുകളായിരുന്നു അവർ. അവരെല്ലാവരെയും ഫോൺ വിളിച്ച് ആക്സ് ആകട്ടെ അവരെ ചെന്നിന്റെ നൈറ്റ് ക്ലബിലേക്ക് വിളിച്ചു. അവിടെ വെച്ച് മീറ്റ് ചെയ്ത് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. ഒന്നിച്ച് താരയെ രക്ഷപ്പെടുത്താം എന്ന് കൂട്ടുകാർ ആക്സിന് വാക്കുകൊടുത്തിരുന്നു. അടുത്തതായി എങ്ങനെ പദ്ധതി നടപ്പിലാക്കാം എന്ന കാര്യങ്ങളിലേക്ക് അവർ പ്ലാൻ ചെയ്യാൻ ആരംഭിച്ചു. ആക്സ് തന്നെ താൻ കണ്ടെത്തിയ പ്ലാൻ വിശദമായി പറയാൻ തുടങ്ങി. ക്യൂമമിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത് അവന്റെ നൈറ്റ് ക്ലബിലാണ്. ആക്സും ഹോളിവുഡും ക്യൂമമിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് നൈറ്റ് ക്ലബിന്റെ ഫ്രണ്ട് വഴിയിലൂടെ കടന്നു കയറും. ഇതേ സമയം ഇങ്ങും ഇൻഫിഡലും ബാക്ക് ഡോർ വഴി അകത്തേക്ക് കടന്നു കയറണം. അവരെ കവർ ചെയ്യാനും സഹായത്തിനും കെയർക്രൗ തന്റെ സ്നൈപ്പറും ഉപയോഗിച്ച് കുറച്ച് ദൂരെയായിട്ടുണ്ടാകണം. ഇൻഫിഡലിനും യങ്ങിങ്ങിനും എളുപ്പത്തിൽ പിൻവഴിയിലൂടെ നൈറ്റ് ക്ലബിലേക്ക് കയറാനുള്ള അവസരം, അതിനുള്ള സഹായങ്ങൾ ചെൻ ചെയ്തു കൊടുക്കും. അടുത്ത ദിവസം ചെൻ ആക്സിനെ അടുത്തൊരു ഇല്ലീഗൽ ബോക്സിംഗ് മാച്ച് കാണുവാൻ കൊണ്ടുപോയി. അവിടെ വെച്ച് അവർ ബ്ലാക്മയെ കാണുകയാണ്. ചെൻ ആക്സിന് ബ്ലാക്മ ക്യൂമമിന്റെ വലങ്കയ്യാണ് എന്ന് പറഞ്ഞുകൊടുത്തു. ആ സമയമാണ് ആക്സ് ഒരു കാര്യം പറയുന്നത്. ബ്ലാക്മയെ തനിക്ക് നേരത്തെ അറിയാം. ഞങ്ങൾ ഒന്നിച്ച് മുമ്പ് ഒരു മാർഷൽ ആർട്സ് ഫൈറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. അടുത്ത ദിവസം ആക്സ് അവിടുത്തെ ഒരു മരുന്ന് കട സന്ദർശിക്കുകയായിരുന്നു. ആ സമയം അങ്ങോട്ടേക്ക് ബ്ലാക്മ കടന്നു വന്നു. ബ്ലാക്മയെ നേരിട്ട് കണ്ടപ്പോ ആക്സ് സംസാരിച്ചു. ബ്ലാക്മ, നീ ചെയ്യുന്നതൊന്നും ശരിയല്ല. നീ പഠിച്ചിരിക്കുന്ന കലയുണ്ടല്ലോ, ആയോധന കല, വിങ് ചുൻ മാർഷൽ ആർട്സ്, അതിന്റെ പ്രിൻസിപ്പിൾ പ്രകാരം അതിങ്ങനെ ദുരുദ്ദേശപരമായി ഉപയോഗിക്കുന്നത് തെറ്റാണ്. പശ്ചാത്തപിച്ച് നീ മടങ്ങണം. പക്ഷേ ആ പറച്ചിൽ ബ്ലാക്മയെ ചൊടിപ്പിച്ചതേയുള്ളൂ. ബ്ലാക്മ ആക്സിനെ അവിടെ വെച്ചൊരു ഫൈറ്റിന് വെല്ലുവിളിച്ചു. ആക്സ് വെല്ലുവിളി സ്വീകരിക്കുകയാണ്. പിന്നെ അവിടെ നടന്നത് ഒരു കനത്ത പോരാട്ടമായിരുന്നു. പക്ഷേ വർഷങ്ങൾ നീണ്ട തന്റെ ധ്യാനം കൊണ്ടും പ്രാക്ടീസ് കൊണ്ടും മികവുറ്റവനായി കഴിഞ്ഞിരുന്ന ആക്സിന് ഏറ്റവും ഒടുവിൽ ബ്ലാക്മയെ പരാജയപ്പെടുത്താൻ കഴിയുകയാണ്. ഇതേസമയം മറുവശത്ത് ക്യൂമം ആകട്ടെ താരയെ കൊണ്ട് തന്റെ രോഗം ഭേദമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുവാൻ വേണ്ടി ഒരു വഴി കണ്ടെത്തിയിരുന്നു. താരയുടെ സഹോദരങ്ങളെ ക്യൂമം ബന്ദിയാക്കി കൊണ്ടുവന്നു. താര തന്റെ രോഗം ഭേദമാക്കിയില്ലെങ്കിൽ സഹോദരങ്ങളെ താൻ കൊന്നുകളയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. താര അതോടെ വല്ലാതാകുന്നുണ്ടായിരുന്നു. താര അപ്പോഴും കുലുങ്ങിയില്ല. പക്ഷേ ക്യൂമം
ക്യൂമം താരയുടെ സഹോദരങ്ങളെ താരയുടെ മുമ്പിലിട്ട് ശക്തമായി മർദ്ദിക്കാൻ തുടങ്ങി. തന്റെ സഹോദരങ്ങൾ തല്ലുകൊള്ളുന്നതും വേദന കൊണ്ട് പൊളയുന്നതും താരയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ തന്റെ സഹോദരങ്ങളെ മോചിപ്പിച്ചാൽ ക്യൂമം പറയുന്ന എന്തു വേണമെങ്കിലും താൻ ചെയ്യാം എന്ന് താര പറയുകയാണ്. ഇതേസമയം മറുവശത്ത് ആക്സും ആക്സിന്റെ കൂട്ടുകാരും ക്യൂമമിന്റെ ഇടം ആക്രമിക്കാൻ വേണ്ടി ആയുധങ്ങളടക്കം എടുത്ത് തയ്യാറെടുക്കുകയായിരുന്നു. മുമ്പ് പ്ലാൻ ചെയ്ത പോലെ തങ്ങളുടെ പൊസിഷനിൽ വന്ന് അവർ മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നിന്നു. ആക്സും ഹോളിവുഡും ക്യൂമമിന്റെ നൈറ്റ് ക്ലബിലേക്ക് ഫ്രണ്ട് ഡോർ വഴി കടന്നു കയറി. ശേഷം സ്റ്റെയർ വഴി മുകളിലേക്ക് കയറി ക്യൂമമിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തിപ്പെടാനുള്ള ശ്രമം അവർ നടത്താൻ ആരംഭിച്ചു. പക്ഷെ അങ്ങോട്ടേക്ക് അവർ എത്തിച്ചേർന്നതും ക്യൂമമിന്റെ ആളുകൾ സംശയം തോന്നി അവരിരുവരെയും തടഞ്ഞു നിർത്തി. ഒട്ടും വൈകിയില്ല. ആക്സും ഹോളിവുഡും ചേർന്ന് ക്യൂമമിന്റെ ആളുകൾക്കെതിരെ ആക്രമണം ആരംഭിക്കുകയാണ്. നൈറ്റ് ക്ലബിലെ ആളുകൾ വിരണ്ടോടുകയും മറ്റും ചെയ്യുന്നുണ്ടായിരുന്നു. പ്രശ്നം ആരംഭിച്ചു. പോരാട്ടം ആരംഭിച്ചു. ഇതേസമയം മറുവശത്ത് ചെന്നും യിങ്ങും ഇൻഫിഡലും താഴ്ഭാഗത്ത് ക്യൂമമിന്റെ ആളുകളുമായി പോരടിച്ച് ഫൈറ്റിലും ഷൂട്ടൌട്ടിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് മനസ്സിലാക്കിയ ആക്സ് ഹോളിവുഡിനോട് അവരുടെ അടുത്തേക്ക് പോവാനും അവരുടെ ഒപ്പം ചേർന്ന് ക്യൂമമിന്റെ ആളുകളെ വകവരുത്താനും പറഞ്ഞു. ക്യൂമമിനെ താൻ ഒറ്റയ്ക്ക് എതിരിട്ടോളാം എന്നും ആക്സ് വ്യക്തമാക്കിയിരുന്നു. ഹോളിവുഡ് അങ്ങോട്ടേക്ക് പോയി. ഹെഡ്ക്വാർട്ടേഴ്സിനകത്തേക്ക് ആക്സ് കയറി ചെന്നു. താരയെ ബന്ദിയാക്കി തന്റെ മുമ്പിലിരുത്തി. ക്യൂമം അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, ഇരുവരും തമ്മിൽ ശക്തമായ ഫൈറ്റിന് തുടക്കം കുറിക്കുകയാണ്. ക്യൂമമിനെ വകവരുത്താൻ ആക്സിന് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നില്ല. ഏറ്റവും ഒടുവിൽ ക്യൂമമിനെ ആക്സ് ഈ ലോകത്തു നിന്ന് പറഞ്ഞയച്ചു. താരയെ ആക്സ് ചെന്ന് രക്ഷപ്പെടുത്തി സുരക്ഷിതമായി അവളുടെ അച്ഛന്റെ അടുക്കലേക്കും എത്തിച്ചു. പിന്നീട് ആക്സ് ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ്. മാർഷൽ ആർട്സിൽ കടന്നുകൂടിയിട്ടുള്ള അഴിമതിയെയും പ്രശ്നങ്ങളെയും ഇല്ലായ്മ ചെയ്യണം എന്നതടക്കം വാദിച്ച ആക്സ് എല്ലാത്തിന്റെയും മുൻപന്തിയിൽ താനുണ്ടാകും എന്ന് പറയുന്നിടത്ത് ചലച്ചിത്രം അവസാനിക്കുന്നു. ഏറെ രസകരമായ ഈ ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.